വിശ്വ! വിശ്വം! ഹലോ, ഗുഡ് മോർണിംഗ്. എന്തു പറ്റി ഈ വഴിക്കൊക്കെ? എന്താടോ മിഴിച്ചു നോക്കണേ? അല്ല, ഞാൻ ചിന്തിക്കുകയായിരുന്നേ, മനുഷ്യന്റെ ഓരോ കാര്യം. 5 അക്ക ശമ്പളം, ബാംഗ്ലൂർ സിറ്റിയിൽ കിണ്ണം കാച്ചി ഓഫീസ്, കമ്പനിയുടെ ഫ്ലാറ്റ്, ആകപ്പാടെ പളപളാന്നുള്ള ജീവിതം. ഇതൊക്കെ ഇട്ടെറിഞ്ഞു പോന്നതേ ഈ ചേറി കിടന്ന് മറിയാനായിരുന്നല്ലോന്ന്. ആ പറഞ്ഞ ലക്ഷറീസിന്റെ കൂട്ടത്തില് കഴുത്തിൽ ഒരു ടൈയും കൂടി ഉണ്ടായിരുന്നു. അതിന്റെ മുറുക്കം കൂടി ശ്വാസം മുട്ടിയപ്പോഴാ എല്ലാം കൂടെ തട്ടി ഒരു ഏറ് വെച്ച് കൊടുത്തത്. ഇതിന്റെ ഒരു ത്രില്ലും ഫ്രീഡും ഒക്കെ വേറെ എവിടെ കിട്ടുവടാ? അല്ല, നീ എന്താണ് രാവിലെ തന്നെ? ഞാൻ 2-3 ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. അമ്മയും കുട്ടി അങ്കമാലി വരെ ഒന്ന് പോയി. ആ തിമിരത്തിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. ഇന്നലെ രാത്രിയാ വന്നത്. വന്നപ്പോ വേലക്കാരി പെണ്ണാ പറയണത് മിനിയാന്ന് രാവിലെ രേവതിയോട് വിളിച്ചിരുന്നത്രേ. കുഞ്ഞുങ്ങളത്തേക്ക് ഇതിനെ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. വീട്ടില് ഫോൺ ഔട്ട് ഓഫ് ഓർഡറാ. എന്താ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷെ നീ ഒന്ന് അടിയന്തരമായിട്ട് അവിടെ വരെ ചെല്ലണമെന്ന്. അടിയന്തരാണെന്ന് മാത്രം പറഞ്ഞു. കാര്യമൊന്നും ഉണ്ടാവില്ല. അവൾക്ക് നാട്ടിലേക്ക് വരണമെന്നുണ്ടാവും. നീ ടൗണിൽ ചെന്നിടത്തുനിന്ന് വിളിക്ക്, എന്നിട്ട് തീരുമാനിക്കാൻ പോണോ പോണ്ടേന്ന്. അടിയന്തരായിട്ട് ചെല്ലണം എന്നൊക്കെ പറയുമ്പോ ഞാൻ പോണം. ടെൻഷനൊന്നും വേണ്ട. ഇതൊരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി ഞാൻ അപ്പുണ്ണേരൊന്നും പറഞ്ഞിട്ടില്ല.